ഭയങ്കര സൈലൻസിലെ നോക്ക്. കുറച്ചായിട്ട് കാര്യങ്ങൾ പറയാം. എന്ത് ഭംഗിയാ നോക്ക്. നമ്മൾ നേരെ പോകുന്നത് ദക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ടാണ്. ജ്യൂസിന് ഇഷ്ടമില്ലായിരുന്നു, കമ്മ്യൂണിസ്റ്റിന് ഇഷ്ടമില്ലായിരുന്നു, ഇങ്ങനത്തെ സോഷ്യലിസ്റ്റ് ആൾക്കാർ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനത്തെ ഇത്രയും നല്ല ബെഡ്സ് ഒന്നും ആയിരുന്നില്ല. SS ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് മാൻഡേറ്ററി ആയിരുന്നില്ല. പക്ഷെ എന്നിട്ടും ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടുന്ന് വാച്ച് ടവറിൽ നിന്ന് വെടിവെക്കും. ട്രീസ് ക്രിസ്മസ് നട്ടത് ടു മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ലുക്ക് ബ്യൂട്ടിഫുൾ ഫ്രം ഔട്ട് സൈഡ്. റോസ്റ്റ് പോർക്ക് ഇത് ഇവിടുത്തെ ഡെലിക്കസിയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്ന് ഫസ്റ്റ് ഡേ ഇൻ ജർമ്മനി, മ്യൂണിക്കിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. എയർപോർട്ട് ഇതാണ്. നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഇതിലോട്ട് പോകണം, നമ്മുടെ ഹോട്ടലിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബസ് കയറണം, പിന്നെ ഒരു ട്രെയിൻ കയറണം. എന്നാലും നമുക്ക് മ്യൂണിക് സെൻറ്ററിലോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെയാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ നമ്മൾ ബസ് എവിടെ കിട്ടുന്നതെന്ന് നോക്കുക കേട്ടോ. ഇവിടെ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെയും കാണുന്നുമില്ല. പക്ഷെ നമ്മൾ അല്ലാണ്ട് നാവിഗേറ്റ് ചെയ്ത് തപ്പുകയാണ്. ട്രെയിൻ കണ്ടു, ട്രെയിൻ സ്റ്റേഷൻ ജസ്റ്റ് ഇതിൻ്റെ നേരെ അണ്ടയിലോട്ട്. പക്ഷെ നമുക്ക് ട്രെയിനല്ല വേണ്ട, ബസ്സാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ബസ് പോകുന്നുണ്ട്. ആ ബസ്സല്ല നമ്മുടെ. ഇപ്പം എന്തായാലും ഞങ്ങൾ കണ്ടുപിടിക്കട്ടെ. രാവിലെ തന്നെ, ഇപ്പം സമയം രാവിലെ 8 മണി. ഇപ്പം രാവിലെ തന്നെ ബിയറടിക്കുന്ന ആൾക്കാർ. നടക്കല് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അശ്വിന് അത് ട്രെയിനാണല്ലോ. ബസ്സിന്റെ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് മാപ്പിൽ കാണിക്കുന്നത് 4th ലെവലിലാണ്. ഞങ്ങൾ ഇറങ്ങിയത് 3rd ലെവലിലാണ്. 4th ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലാണ്. ഇതിന്റെ മുകളിൽ ഇറങ്ങി ഇങ്ങനെ ബസ് വരിക. അവിടെ അത് എയറല്ലേ, എയറിലെങ്ങനെ ബസ് വരിക? പക്ഷെ പറയാൻ പറ്റില്ല, ജർമ്മൻ ടെക്നോളജി അല്ലേ. ഞാൻ പറഞ്ഞ കാര്യം വരുമായിരിക്കുന്നു. കണ്ടുപിടിച്ചു അവസാനം. നമ്മൾ ആദ്യം വിചാരിച്ചത് ഈ ഒരു അകന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ട്രെയിനാണെന്ന് വിചാരിച്ചത്. പക്ഷെ അല്ല, ഇവിടെ ട്രെയിനും ബസ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. പോയിട്ട് ഒരമ്മച്ചിയോട് പോയി ചോദിക്കുന്നുണ്ട്. നമ്മൾ പ്ലാൻ മാറ്റി. നമ്മളിപ്പോൾ ബസ് മാറിയിട്ട് ഇപ്പോൾ ട്രെയിനായിട്ടേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൻ്റെ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ബസ്സിന് വേറെ സെപ്പറേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് സംഭവം മാറിയിട്ട് അത് മനസ്സിലാക്കി ഇത് ട്രെയിൻ എടുക്കാൻ വേണ്ടി വന്നേക്ക്. ഫൈനലി നമ്മൾ കണ്ടുപിടിച്ച് അടുത്ത് കയറി, ട്രെയിനിൻ്റെ അകത്ത് കയറി. ഇനി ഇവിടുന്ന് എവിടെ പോയി ഇറങ്ങിയിട്ട് അവിടെ ബോർഡിൽ സ്റ്റോപ്സ് ഉണ്ട്. ലോഫ്, ഫെൽമോക്കിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇതൊക്കെ ട്രെയിനാണേ. ഊബാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സാധനത്തിൽ കയറി പോയി. അതും ട്രെയിനായിരിക്കും. ഇത് എസ് ബാൻ ആണ്. ഇത് എസ് ബാൻ ട്രെയിനാണ്. അപ്പം അത് ഊബാൻ ട്രെയിൻ ആയിരിക്കും എന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ ആ ട്രെയിനിൽ കയറിയിട്ട് എവിടെ ഇറങ്ങും? 7 സ്റ്റോപ്പ് ഷിപ്പ് പ്ലസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്നിട്ട് അവിടെ നിന്ന് നടക്കണം. ഇത് നമ്മൾ എയർപോർട്ടിന് മ്യൂണിക് സെൻറ്ററിൽ വരെ പോയാലുള്ള തത്രപ്പാടാണ് ഈ കാണുന്നത്. നമ്മൾ പിന്നെ പയ്യെ പോകുന്നത്. നമുക്ക് ഇങ്ങനെ തിരക്കൊന്നും ഇല്ല. പയ്യെ നോക്കി കാര്യങ്ങളൊക്കെ നോക്കി വന്നിട്ട് വന്നത്. ജർമ്മൻ പഠിക്കണം. ഇവിടെ ആർക്കൊന്നും അറിയത്തില്ല, ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജർമ്മനിൽ അറിയില്ലെന്നുള്ള പുച്ഛനാണ്. ഇവിടെ എന്നുള്ള രീതിയിലാണ് കോമഡിയിലേക്ക്. അവർക്ക് ഭയങ്കര നാച്ചുറൽ ആയിരിക്കും ജർമ്മനിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും അവർ ഡിഫോൾട്ട് ഫുഡ് ജർമ്മനാണ്. നമ്മളിങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ ഒന്നാമത് ഇവരുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് നമുക്ക് അത്ര അറിയത്തില്ലൊക്കെ അല്ല, എനിക്കൊന്ന് ആക്സെൻറ്റഡ് ആണ്. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവും, നമ്മൾ പറയുന്നത് ഇപ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. ഞങ്ങൾ ഒരു ബസ്സിൽ കയറാൻ വേണ്ടി പോയപ്പോൾ അപ്പൊ നമുക്ക് പോകേണ്ട സ്ഥലത്തിന്റെ പേര് നേരെ എന്തൊരു സ്ഥലമുണ്ട്, അതായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങള് I think so. I'm not sure. I'm getting it.
This one goes to Hausmannhof. So one, Hausmannhof. Change. Yeah, it's with it. Yes? Change is what. Hausmannhof? No. So this one goes to Hausmannhof? Yeah? Hausmannhof? Okay. Yeah? No, Mama. നാട്ടിലുള്ള എല്ലാരും വന്നിട്ട് നമ്മളോട് ജർമ്മൻ പറയുന്നു. ഒരു ലേഡി ഓടി വന്നിട്ട് അശ്വിൻ്റെ അടുത്ത് ചോദിച്ചു എന്തോ ജർമ്മനി ചോദിച്ചു, ജർമ്മനിൽ ചോദിച്ചു. ഭയങ്കര സൈലൻസ്. കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ നാട്ടിലുള്ള എല്ലാവരും വന്നിട്ട് ഞങ്ങളോട് ജർമ്മനിൽ വർത്താനം പറയുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം അശ്വിൻ ഇവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. ദേ ഇവിടെയാണ് ഡോറ്. അപ്പോൾ ആ ഡോറിൽ കൂടെ ഒരു ലേഡി ഓടി വന്നിട്ട് ടിക്കറ്റ് കാണിച്ചിട്ട് ഈ ട്രെയിൻ എങ്ങോട്ടോ പോകുമെന്നാണ് ചോദിക്കുന്നത്. അത് ഞങ്ങൾക്ക് കുറച്ച് കണ്ട മനസ്സിലായത്. അശ്വിൻ്റെ അടുത്ത് വന്നിട്ട് എന്താ ചോദിച്ചു? അശ്വിനെ ഐ ഡോണ്ട് നോ. ജപ അപ്പുറത്തിരിക്കുന്ന വേറൊരു പുള്ളിക്കാരി പറഞ്ഞു ഇല്ല ചേഞ്ച് പറഞ്ഞു. പിന്നെയും ഈ പുള്ളിക്കാരി ചേഞ്ച്, നീ ട്രെയിനിൽ വരണം, നീ ചേഞ്ച് എന്ന് പറഞ്ഞു. അപ്പൊ പുറയുന്ന ആരോ പറഞ്ഞു പോകുന്നു പറഞ്ഞു. അപ്പൊ പെണ്ണുപിള്ളി അതിനകത്ത് കയറി ഇരുന്നിട്ടുണ്ടേ. എന്താണെന്ന് അറിയില്ല. നമ്മളെ ഒരു കണക്കിനാണ് പോകുന്നത്. അപ്പോഴാണ് നാട്ടുകാർ വന്നിട്ട് ചോദിക്കുന്നത്. അശ്വിനെ കണ്ടിട്ട് ജർമ്മനാണ്. നമ്മൾ ഇവിടെ ഇറങ്ങി. ഇനി ഇവിടുന്ന് അടുത്ത ട്രെയിൻ എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇതിലല്ലേ കയറിപ്പോണ്ടേ? ഇനി അടുത്തത് ഇതിലല്ലേ അടുത്തത്? അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. സാധനങ്ങളെല്ലാം ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ടാണ് പോകുന്നത്. അവിടെ നമ്മളൊരു ഗൈഡഡ് ടൂറാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കാണാം, ഫ്രീ ഓഫ് ടിക്കറ്റ് ആണ്. പക്ഷേ ഗൈഡഡ് ടൂർ എടുക്കാൻ കാരണം വെച്ചാൽ നമുക്ക് ഒരാൾ പറഞ്ഞു തരികയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സമ്മർ ആണെങ്കിലും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 11 ഡിഗ്രി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ജാക്കറ്റും കൂടെയൊക്കെ എടുത്തിട്ടു. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സ്വെറ്റ് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റാണ് ഇവിടെ. അപ്പോൾ നമുക്കിനി ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് നേരെ ഡക്കാവിലോട്ട് പോകാം. ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. നമ്മൾ ക്യാബിൽ കയറിയപ്പോൾ ഈ ക്യാബിൽ മൊത്തം ചോക്ലേറ്റ്സ്, ഐ മീൻ ടോഫി. അങ്ങനെ നമ്മൾ ഡക്കാവ് എത്തിയേ. നമ്മൾ അകത്തോട്ട് കയറുകയാണ്. അവിടെ ഫിൽമിങ്ങിൻ്റെ പെർമിഷൻ എത്ര റെസ്ട്രിക്ഷൻ എത്ര ഉണ്ടെന്ന് അറിയില്ല. നോക്കിയിട്ട് നമുക്ക് പറ്റുന്നതൊക്കെ ഫിൽം ചെയ്യാം. നമ്മളിപ്പോൾ ഉണ്ടല്ലോ അവിടുന്ന് ഇൻഫർമേഷൻ സെൻറ്ററിലെത്തി. ടൂർ 1 മണിക്കാണ്. അപ്പോൾ ബുക്ക് ചെയ്ത് നോക്ക് പോകുന്ന വഴിക്ക് കണ്ടോ നല്ലൊരു കുഞ്ഞ് അരുവി. അപ്പോൾ കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ക്യാഷ് എടുക്കത്തില്ല. 8 യൂറോ ഉള്ളൂ, പക്ഷേ ക്യാഷ് എടുക്കത്തില്ല. സോറി, ഇതെടുക്കത്തില്ല, കാർഡ് എടുക്കത്തില്ല, ക്യാഷേ എടുക്കുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ ATM-ലോട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണേ. എന്ത് ഭംഗിയാ നോക്ക്. ഹായ്, എന്ത് രസമാണ് നോക്ക്, ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതാണ് നമ്മൾ ATM-ലോട്ട് പോകുന്ന വഴി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയിട്ട് ATM-ൽ പോയിട്ട് കാശ് എടുക്കുന്നു, തിരിച്ചിരുന്നു, കൊടുക്കുന്നു, ടൂർ എടുക്കുന്നു. അങ്ങനെ നമ്മളത് കാശെടുക്കുന്നു, പെട്ടെന്ന് തിരിച്ചു പോവുക. അതുണ്ടോ വൂൾവർത്ത് എന്ന് പറഞ്ഞിട്ട് എന്തോ കടയാണേ. നമ്മുടെ ഓസ്ട്രേലിയയിലല്ലേ അത് വൂൾവർത്ത്. അത് പിന്നെ ഗ്രോസറിയാണ്. ഇത് പക്ഷേ ഗ്രോസറി അല്ല,
വേറെ എന്തോ ഒരു ഹോം ഡെക്കറും അല്ലാണ്ട് ക്ലോത്ത്സും എല്ലാം കിട്ടുന്ന ഒരു കട പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ വന്നു, കാശ് കൊടുത്തു. നമ്മൾ ATM പോയി കാശ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ടിക്കറ്റ്സ് നമുക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വന്ന് കാശ് കൊടുത്തു, ടിക്കറ്റ് കിട്ടി. അയാൾ പറഞ്ഞു ഇപ്പോൾ തന്നെ ഇതെല്ലാം ടിക്കറ്റ്സ് എല്ലാം സോൾഡ് ഔട്ട് ആയി പോയിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്താണ് നമ്മൾ വന്നത്. 1 മണിക്കാണ്, ഇപ്പോൾ 12:45 ഉള്ളൂ. ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറേ പേരുണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ടൂറിന് വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും വരുമായിരിക്കും ഇവിടെ കൊണ്ട്. 2.5 മണിക്കൂർ എന്തോ ആണ് ടൂറ്. അപ്പോൾ ഈ ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഹിറ്റ്ലറിൻ്റെ കാലത്തെ ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു. ലൈക്ക് ഹിറ്റ്ലറിനെ ഒരാളെന്നെ നോക്കി ചിരിച്ചിട്ട് പോയി. അതാ ഞാൻ പറയുന്നത്, അയാൾ എന്നെ നോക്കി ചിരിച്ചിട്ട് പോയി. അപ്പോൾ ഹിറ്റ്ലറിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ പുള്ളി ഉണ്ടാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പാണിത്. ഇവിടെ ആയിരുന്നു ഹിറ്റ്ലറിൻ്റെ ഈ കമാൻഡേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. സ്കൂൾ ഓഫ് വയലൻസ് എന്ന് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ എപ്പോഴായിരുന്നു വെച്ചാൽ ഏത് ഇയറിലായിരുന്നു? 1933. എന്നിട്ട് പിന്നെ 245 45ലാണ് 1933 ഇത് തുടങ്ങി. 45 ലിബറേറ്റ് ചെയ്തു. 45 അമേരിക്കൻസ് ലിബറേറ്റ് ചെയ്തു. 12 വർഷം. അപ്പോൾ ഈ 12 വർഷ കാലയളവിൽ 2 ലക്ഷം പേര് പിടിച്ചു വെച്ചിട്ടുണ്ട്. 40,000 പേര് മരിച്ചിട്ടുണ്ട്. ആദ്യം ഇത് തുടങ്ങിയത് പൊളിറ്റീഷ്യൻസിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇത് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഗൈഡഡ് ടൂർ തുടങ്ങി കേട്ടോ. ഇപ്പൊ ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഈ ഒരു ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരു ഫാക്ടറി ആയിരുന്നു. അത് ഗൺ പൗഡറിന്റെ ഫാക്ടറി ആയിരുന്നു. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ബിൽഡിങ് പണ്ട് SS സോൾജിയേഴ്സ് അവര് താമസിച്ചിരുന്നത് ഇവിടെയും. പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ കാണുന്നതാണ് ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. അപ്പൊ ഇവിടെയായിരുന്നു പ്രിസണേഴ്സിനെ താമസിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ SS ഗാർഡ്സ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിച്ചത്. അപ്പൊ അവർക്ക് വാച്ച് ചെയ്യാൻ എളുപ്പത്തിൽ. ഈ ഒരു ഗേറ്റ് ഭയങ്കര ഫേമസ് ആയിരുന്നു. നാസീസ് എഴുതി വെച്ചാണ്. ഇതിന്റെ അർത്ഥം വർക്ക് വിൽ സെറ്റ് യു ഫ്രീ എന്നായിരുന്നു എഴുതി വെച്ചത്. അത് ഇതിനകത്ത് കൊണ്ടേ പണിയെടുപ്പിക്കുകയാണല്ലോ മൊത്തത്തിൽ. പക്ഷെ ഒരിക്കലും ഇവര് ഫ്രീ ആവുകയില്ല. അവരുടെ ഒരു സിക്ക് ജോക്ക് ആയിരുന്നു ബേസിക്കലി. പിന്നെ അവര് ഒരു എന്താ പറയുക സെറ്റാരിക്കലായിട്ട് പറയുന്നത്, അത് വർക്ക് ചെയ്താലും നിങ്ങൾ ഫ്രീ ആവുന്നു അവർക്ക് തോന്നിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവർക്ക് പണിയെടുപ്പിക്കും. എന്നിട്ട് നല്ല വർക്കേഴ്സ് ആണ്, അതുകൊണ്ട് ഒരിക്കലും ഫ്രീ ആവുകയില്ല. മ്യൂണിക്കിലെ ഈ ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പാണ് 1933 നാസീസ് ആദ്യമായിട്ട് ഉണ്ടാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പും. 1945 വരെ ഇത് റണ്ണിങ് ആയിരുന്നു. അപ്പൊ ലോങ്സ്റ്റ് റണ്ണിങ് കോൺസെൻട്രേഷൻ ക്യാമ്പും ഇതായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഈ പണ്ട് ഇതൊരു ഫാക്ടറി ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് ആവുന്നതിന് മുന്നേ ഒരു ഫാക്ടറി ആയിരുന്നു. അത് ഒരു സ്ട്രാറ്റജിക്കലി ചൂസ് ചെയ്തതാണ്. കാരണം അപ്പോൾ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരിത് കോൺസെൻട്രേഷൻ ക്യാമ്പ് ആക്കിയപ്പോൾ 34 ബാരക്സ് ആണ് ഇവരിവിടെ. ഈ ബാരക്സ് എല്ലാം പ്രിസണേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ബാരക്സ് നിന്ന സ്ഥലമാണ്. ലിബറേറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഗവൺമെന്റ് ഇതെല്ലാം ഇടിച്ചു പൊളിച്ചു. എന്നിട്ട് അവസാനം അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഇപ്പൊ അവിടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ബാക്കിൽ കാണുന്ന 2 ബാരക്സ് ഇവര് റീക്രിയേറ്റ് ചെയ്തതാണ്. ബാക്കി എല്ലാം പൊളിച്ചിട്ട് ജസ്റ്റ് തറ മാത്രമേ. ഒരു ബാരക്കില് 200 പേർക്കുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റി ഉള്ളൂ. പക്ഷെ ഈ നാസീസ് ഒരു ബാരക്കിനകത്ത് 2000 പേരെയൊക്കെയാണ് കുത്തി നിറച്ചുകൊണ്ടിരുന്നത്. ഈ ബാക്കിൽ കാണുന്ന മരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പ്രിസണേഴ്സിനെ കൊണ്ട് നാസീസ് വെച്ച് പിടിപ്പിച്ചാണ്. കാരണം ഈ ബാരക്കിനകത്ത് ഒന്നും നടക്കുന്നില്ല എന്നും ഇവിടെ നല്ല സുഖമാണെന്നും പേപ്പറിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വാച്ച് ടവർ അവിടെ ഉണ്ട്. അവിടെ നിന്നായിരിക്കും പ്രിസണേഴ്സിന്റെ ബാരക്സിനെയൊക്കെ അവർ ഓവർ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് സെമിറ്ററിയിലോട്ടാണ്. ഭയങ്കര ചൂടാവുകൊണ്ട് ഞാൻ മറ്റേ സ്വെറ്റ്ഷർട്ടൊക്കെ ഊരി. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം നല്ല ക്ലൈമറ്റ്. പക്ഷെ നേരത്തെ നല്ല വെയിലായിരുന്നു. നമ്മൾ ഓഡിയോ ടൂറിൻ്റെ അവർ പറയുന്ന സമയത്ത് നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പാടില്ല, അത് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന ഗൈഡ് ടൂറിൻ്റെ വീഡിയോസും ഒന്നും ഇടാത്തത്. അതുകൊണ്ട് ഇവർ കൊല്ലുന്ന പ്രിസണേഴ്സിനെ അല്ലെങ്കിൽ മരിച്ചു പോകുന്ന പ്രിസണേഴ്സിൻ്റെ ആഷസ് ഒന്നും ഒരു സ്ഥലത്ത് വെക്കില്ലായിരുന്നു. അവർ സ്പ്രെഡ് ഔട്ട് ചെയ്ത് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എവിഡൻസ് ഒന്നും ആരുടെയും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്സപ്പ് ചെയ്ത് പലയിടത്തായിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് ക്രിമിറ്റോറിയത്തിനകത്ത് ഇന്ന ഒരാളുടെ അങ്ങനെ ഗ്രേവ് യാർഡ് പോലെ അങ്ങനെയൊന്നും അല്ല ഉള്ളതൊന്നും. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ഥലമാണ് ഈ പുറകിൽ കാണുന്നത്. ഇതാണ് പ്രൊഹിബിറ്റഡ് ഏരിയ. ഇപ്പൊ ഇതൊരു പെരിമീറ്റർ ഫെൻസിന്റെ അടുത്തുള്ള ഏരിയ ആണ്.
അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ ദേ ഇവിടെ ഒരു വെള്ളത്തിന്റെ ഒരു ചാലുണ്ട്, പിന്നെ ഇവിടെ ഇലക്ട്രിഫൈഡ് ഫെൻസ് ആണ്. അപ്പൊ ഈ പ്രൊഹിബിറ്റഡ് ഏരിയയിൽ ആരെങ്കിലും വന്നു നിന്നാൽ തന്നെ ആ വാച്ച് ടവറിൽ നിന്ന് അവര് വെടിവെച്ച് വീഴ്ത്തും. എന്നിട്ടും അയാൾക്ക് ജീവനുണ്ടെങ്കിൽ വെള്ളത്തിൽ വീഴും. പിന്നെ അതിന്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഷോക്ക് അടിക്കും. അതിന്റെ അപ്പുറത്ത് SS ഗാർഡ്സ് താമസിക്കുന്ന സ്ഥലവും കൂടിയാണ്. അപ്പൊ അങ്ങനെ ആരും തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. പിന്നെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടോർച്ചർ സഹിക്കാൻ വയ്യാണ്ട് ആ ഒരു പെരിമീറ്റർ ഫെൻസിൽ പോയിട്ട് ഷോക്ക് അടിച്ച് തന്നെ ആത്മഹത്യയാണ് ചെയ്തിരുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയ സ്ഥലം കാണുമ്പോ നമുക്ക് ഇപ്പൊ തോന്നുമോ അല്ലെ അന്ന് നാസീസ് ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ക്രിമറ്റോറിയത്തേക്കാണ് പോകുന്നത്. ക്രിമറ്റോറിയം. അപ്പൊ ക്രിമറ്റോറിയത്തിലാണ് ഇവര് ഗ്യാസ് ചേമ്പറും അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ അവിടുന്ന് കത്തിക്കുന്നതും ഒക്കെ ഇവിടെയായിരുന്നു കേട്ടോ. ഇനി ഈ ഒരു ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം 1945 അമേരിക്കൻസ് വന്നിട്ട് ഇവരെ ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അവര് കണ്ട കാഴ്ചയാണ് ഇങ്ങനെ ഇത്രയും ബോഡീസ് ഇങ്ങനെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പിക്ചർ ഇവര് ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ തൊട്ടടുത്തുള്ള ജർമ്മൻസിനെ നെയ്ബേഴ്സ്, ഇവിടെയുള്ള ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സിനെയൊക്കെ വിളിച്ച് കാണിക്കുകയാണ് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയാണ് നടക്കുന്നതെന്നും ഒക്കെയുള്ള. അപ്പൊ അവര് ഡിനൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ വിളിച്ച് കാണിക്കുകയാണ് ചെയ്തത് ആദ്യം. എന്തോ എന്നിട്ട് അടുത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന അല്ലേ തുണികൾ, മരിച്ചു പോകുന്ന ആൾക്കാരുടെ തുണികൾ ഇവിടെ ഇട്ടിട്ട് ഡിസിൻഫെക്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മരിച്ചു പോകുന്ന ആൾക്കാരുടെ തുണികൾ. ഈ പ്രിസണേഴ്സിനെ ഇങ്ങോട്ട് എങ്ങനെ കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷവേഴ്സ് ഉണ്ട്. അപ്പൊ കുളിക്കാൻ എന്നുള്ള പേരിലാണ് ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു മുറിയിലാണ്, ഈ ഫസ്റ്റ് റൂമിലാണ് പ്രിസണേഴ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് കുളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കാരണം കുളിക്കലും നനയ്ക്കലൊന്നും അധികം ഇവിടെയൊന്നും അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്ന് ഇവിടെയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്, അടുത്ത് കുളിക്കാൻ വേണ്ടി കയറുക എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അടുത്ത മുറിയില് ഇവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്യാസ് ചേമ്പർ ആണ്. അപ്പൊ ഷവർ അല്ല അത്. അപ്പൊ അതിനകത്തൂടെ വരുന്ന പോയിസണസ് ഗ്യാസ് ആയിരുന്നു. അപ്പൊ ഈ ഒരു മുറിയിലോട്ട് പ്രിസണേഴ്സ് കടക്കുമ്പോഴത്തേനും ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് അവര് പോയിസണസ് ഗ്യാസ് അങ്ങനെ അടിച്ചു വിടുകയാണ്. അപ്പോഴത്തേനും ഇവിടുന്ന് അങ്ങ് ആൾക്കാർ മരിക്കും. എന്നിട്ട് പിന്നെ അടുത്ത മുറിയിൽ എന്ന് പറഞ്ഞാൽ ഈ മരിച്ചവരെ ഇവിടെയാണ് ഇവര് നെക്സ്റ്റ് റൂം ഇതായിരുന്നു, ഇവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള അടുത്തതാണ് അതാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള മുറിയാണ് ക്രിമേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇങ്ങനത്തെ കത്തിക്കുന്ന സാധനങ്ങൾ, ഇതാണ് കേട്ടോ. ഇതൊക്കെ ഇവര് റിനോവേറ്റ് ചെയ്തിട്ട് ആ പഴയ ഒരു മോഡലില് റിനോവേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ ആയിരുന്നു സംഭവങ്ങൾ, ഇങ്ങനെ തന്നെയായിരുന്നു ഇതിന്റെ മോഡൽസ്. ഇതിനകത്തോട്ട് കയറ്റിയിട്ടാണ് ഇവര് കത്തിക്കുന്നത്. എന്നിട്ട് ഈ ആഷസ് ഒരു സ്ഥലത്തല്ല ഇടുന്നത്, പല സ്ഥലത്തായിരുന്നു. കാരണം എവിഡൻസ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ക്യാമ്പീന്ന് കൊണ്ടിരുന്ന ബോഡീസ് ഇവിടെ വെക്കുന്നു, ഇവിടുന്ന് ക്രിമേറ്റ് ചെയ്യുന്നു. ഇത് ഗ്യാസ് ചേമ്പർ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇവർക്ക് ഗ്യാസ് ചേമ്പർ വലിയ സ്കെയിലിൽ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഏറ്റവും നല്ല പോയിസൺ ഗ്യാസ് കണ്ടുപിടിക്കാനായിട്ട് ഡോക്ടേഴ്സ് ട്രയലിന് യൂസ് ചെയ്യായിരുന്നു, പക്ഷെ മാസ് സ്കെയിലിൽ യൂസ് ചെയ്തിട്ടില്ല. ഈ SS ഗ്രൂപ്പ്, SS നാസീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ജർമ്മൻ ഫോഴ്സിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇവർ വേറെ രീതിയിലോട്ട് മാറിയതാണ്. അപ്പോൾ ആ സമയത്ത് ഈ SS ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് മാൻഡേറ്ററി ആയിരുന്നില്ല. പക്ഷെ എന്നിട്ടും ചിലവർ ജോയിൻ ചെയ്തത്, ചിലവരല്ല മിക്കവരും ജോയിൻ ചെയ്തത് കാരണം അവരുടെ മൈൻഡ് സെറ്റ് കാരണം. അവർക്കും ഇതേപോലെ ജ്യൂസിന് ഇഷ്ടമില്ലായിരുന്നു, കമ്മ്യൂണിസ്റ്റിന് ഇഷ്ടമില്ലായിരുന്നു, ഇങ്ങനത്തെ സോഷ്യലിസ്റ്റ് ആൾക്കാർ ഇഷ്ടമില്ലായിരുന്നു, അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടമില്ലാത്തവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം കിട്ടിയപ്പോൾ ഇവരെല്ലാവരും പോയി ജോയിൻ ചെയ്തു. അപ്പോൾ അവസാനം ഈ ലിബറേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 1945 ഈ ഒരു SS ആൾക്കാർ പറയുന്ന അവർക്ക് ഇതെല്ലാം ജോയിൻ ചെയ്യേണ്ട വന്നു എന്നാണ്. അല്ല, ജോയിൻ ചെയ്യേണ്ട വന്നു എന്നല്ല, അവർ പറയുന്ന ഓർഡേഴ്സ് ഫോളോ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഓർഡേഴ്സ് ഫോളോ ചെയ്യുമായിരുന്നു, പക്ഷെ അവർക്ക് ജോയിൻ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ജോയിനിങ് വോളണ്ടറി ആയിരുന്നു. അപ്പോൾ അവരിത് ചെയ്തു. പിന്നെ ഇത് ലിബറേഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ജർമ്മൻസ് പറയുന്നത് ദേ ഡോണ്ട് കെയർ എന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ജ്യൂസിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവരെ ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ സൈലൻ്റായിട്ട് ഇതിനെ അഗ്രി ചെയ്തു അങ്ങനെ. പക്ഷെ പിന്നെ കുറേ പേർക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. അത്രയും ഇവർ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂസ് പേപ്പറിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ഓഫ് ക്യാമ്പൊക്കെ കൊടുത്തിട്ട് അതങ്ങനെ ഒരു സെക്ഷൻ. പിന്നെ അവസാനം ഈ ലിബറേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇങ്ങനത്തെ ലോയേഴ്സും ജഡ്ജസൊക്കെ ആയിട്ട് ആൾക്കാർ വേണമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ ഈ നാസി ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാത്ത ആൾക്കാരെ വേണം വെക്കാനായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു. മിക്കവരും
ഇങ്ങനത്തെ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ പാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും അങ്ങനത്തെ ലോയേഴ്സിനെ തന്നെ പിന്നെയും വെക്കേണ്ടി വന്നു. പിന്നെ അടുത്ത ജനറേഷന് വേണ്ടി വന്നു അവർ സ്കൂളിൽ പോയി പഠിച്ച് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച് ഇതിൻ്റെ പാട്ടല്ലാതെ പുതിയതായിട്ട് വന്നത്. അതൊരു റഷ്യൻ ചേർച്ചാണ്. ഇതൊരു ലൂത്തറൻ ചേർച്ച്. ഇത് ബെല്ല്, ഇത് കാത്തലിക് ജീസസ് ക്രൈസ്റ്റിൻ്റെ കാത്തലിക് സിംബോളിക് ചേർച്ച്. അത് ജിയൂവിൻ്റെ പ്ലേസാണിത്. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലറിന് അല്ലെങ്കിൽ നാസീസിന് ഒരു റിലീജിയനും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ കാത്തലിക്സിന് ഇഷ്ടമല്ലായിരുന്നു. ജ്യൂസ് മാത്രമല്ല, യഹോവ സാക്ഷികൾ, പിന്നെ ഹോമോസെക്ഷുവൽസ് ആരെയും അങ്ങനത്തെ ഒരു ഇതും റിലീജിയസ് പ്ലസ് ഇങ്ങനത്തെ ആരെയും ഇഷ്ടമല്ല. അപ്പോൾ അവരെ എല്ലാവരെയും മൈനോറിറ്റീസിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ക്യാമ്പിൽ ഇടുമായിരുന്നു. പിന്നെ ഈ ഡക്കാവ് ക്യാമ്പ് ജ്യൂസിന് വേണ്ടി മാത്രമുള്ളതല്ല, ഇവിടെ എല്ലാ ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ ഗ്രൂപ്പുകളിലുള്ളവരെയും ഇതിനകത്ത് അവർ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഓഷ്വിറ്റ്സിലൊക്കെ ജ്യൂസിന് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ ട്രീസ് പ്രിസണേഴ്സ് നട്ടത് ടു മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ലുക്ക് ബ്യൂട്ടിഫുൾ ഫ്രം ഔട്ട് സൈഡ്. ഇതൊക്കെ പ്രിസണേഴ്സ് അന്ന് നട്ടതാണ്. ഇവിടെയാണ് ഈ ക്യാമ്പ്സ് ഈ രണ്ട് സൈഡിലായിട്ടായിരുന്നു ബാരക്സ് ഉണ്ടായിരുന്നത്. 34 ബാരക്സ് ഈച്ച് സൈഡിൽ. അല്ല, ഈച്ച് സൈഡിലാണോ അതോ മൊത്തത്തിലോ? അങ്ങനെ 34 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ലിബറേഷൻ കഴിഞ്ഞിട്ട് ഗവൺമെൻറ് പിന്നെ ഈ സ്ഥലം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ട് ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര ഓൾഡ് ആയിരുന്നു. കാരണം ഒരു ഫൗണ്ടേഷൻ ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ വെറുതെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഡിമോളിഷ് ചെയ്തു. എന്നിട്ട് ബാക്കി 2 എണ്ണം മാത്രം അങ്ങനെ ഒരു മോഡൽ പോലെ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പലതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നാസീസിന്റെ ബാക്കിയുള്ള ക്യാമ്പ്സ് വെച്ച് നോക്കുമ്പോൾ ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ഒരു ക്യാമ്പാണ്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ബാരക്സ് ആണ്. ഇവിടെയാണ് അവർ താമസിച്ചിരുന്നത്. 200 പേർക്കുള്ള അക്കോമഡേഷൻ ആയിരുന്നു. പക്ഷെ അതിനകത്ത് 2000 പേരെയൊക്കെയാണ് ഇവർ ഇട്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ടൈഫോയിഡ് അത് ഇത് ഇല്ലാത്ത അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഒത്തിരി വരുമായിരുന്നു. അങ്ങനെ തന്നെ മരിച്ചു. പിന്നെ പട്ടിണിക്കിട്ട് മരിക്കും, അങ്ങനെയൊക്കെ. ഇപ്പൊ ഈ കാണുന്ന ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസണേഴ്സിനെ കൊണ്ട് അവർ പോസ് ചെയ്യിപ്പിച്ച് എടുപ്പിച്ചതാണ്. കാരണം പണ്ട് ഈ പത്രത്തിലൊക്കെ വരുമ്പോൾ ഇത് ക്യാമ്പിൽ ഒന്നും നടക്കുന്നില്ല, ഇവിടെ നല്ല സുഖമാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് അങ്ങനെ. പിന്നെ ഇപ്പൊ ഈ കാണുന്ന നോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസണേഴ്സ് എഴുതിയിട്ടുള്ള നോട്ട്സ് ആട്ടോ. പിന്നെ ഈ കാണുന്നതാണ്, ഇവിടെയാണ് പ്രിസണേഴ്സ് കിടന്നിരുന്നത്. ഇതൊരു റീകൺസ്ട്രക്റ്റഡ് സ്ട്രക്ചറാണ്. പണ്ടത്തെയൊക്കെ പോയി ഇത്രയും അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു ഇവർ കിടന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഇവർക്ക് സ്ട്രോ ബെഡാണ് കൊടുത്തുകൊണ്ടിരുന്നത്. വൈക്കോലിന്റെ ഒക്കെ അങ്ങനത്തെയൊക്കെ ബെഡ്സ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് മുകളിലുള്ള ആൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കൂടെ കയറി വേണം പോകാനായിട്ട്. ഇവർക്കൊരു റൂൾ ഉണ്ടായിരുന്നു, ബെഡ് രാവിലെ എണീറ്റ് പോകുമ്പോൾ കറക്റ്റ് നന്നായിട്ട് വിരിച്ചിടണം എന്നുള്ളത്. ചെറിയൊരു മടക്കോ ചെറിയ ചുളിവോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ അതിന്റെ പേരിൽ പിന്നെ അടിയും, പിന്നെ ഇവരെ ടോർച്ചർ ചെയ്യും, പിന്നെ പോളിൽ തലകുത്തനെ ഹാങ് ചെയ്തിടും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. രാത്രിയൊക്കെ ഇവർക്ക് തണുത്തിട്ട് ഇവർക്ക് ഉറക്കം പോലും ഇല്ലായിരുന്നു എന്നാ പറയുന്നത്. പിന്നെ ഈ റൂൾസ് ഒക്കെ പ്രിസണേഴ്സിന് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നാസീസിന് പ്രിസണേഴ്സിനെ എങ്ങനെയും പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റീസൺസിന് വേണ്ടി മാത്രമാണ്. അത് എത്ര നന്നായി ചെയ്താലും ഇവര് പണിഷ് ചെയ്യായിരുന്നു. ഇതാണ് ഇവരുടെ വാഷ് ഏരിയ. അപ്പൊ രാവിലെ വേക്കപ്പ് കോൾ വന്നു കഴിഞ്ഞാൽ 10-20 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു 2 സിങ്കില് 100 പേര് വേണം മുഖം കഴുകാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അത് കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ അതിന് വേറെ പണിഷ്മെന്റ്. പിന്നെ ഇതായിരുന്നു ടോയ്ലറ്റ് ഏരിയ. ഒട്ടും ഹൈജീനിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒന്നും ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ തന്നെ ഇവർക്ക് വേറെ അസുഖങ്ങളും ഒക്കെ ഒത്തിരി വന്നുകൊണ്ടിരുന്നു. ഈ ക്രിസ്മസിനെ കൊണ്ട് ഒരു വർക്ക് ചെയ്യിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ റോഡ് പണിക്ക് അല്ലെങ്കിൽ കോറി അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ എന്ത് സ്ലേവ്സ് എന്ത് പണിയുന്നു അങ്ങനത്തെ പണികളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പ്ലസ് ഈ ക്യാമ്പും അവർ തന്നെ റൺ ചെയ്യണം. രജിസ്ട്രേഷൻ, പിന്നെ കിച്ചണിൽ. ഇപ്പോൾ ഇവിടെ ഒരു 10,000 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 10 പേർക്ക് കിച്ചൺ ജോലി കിട്ടുള്ളൂ. പിന്നെ 10 പേര് വേണമെങ്കിൽ ഇത്രയും പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ. ഇപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ക്യാരി ചെയ്ത് ആ ബാരക്ക് വരെ കൊണ്ടുപോകുമ്പോഴത്തേനും സൂപ്പൊക്കെ ചിലപ്പോൾ സ്പില്ലായി കൊടുക്കും. ചിലപ്പോൾ അന്നൊന്നും ഫുഡ് കഴിക്കാൻ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. പിന്നെ ഡക്കാവ് ആക്ച്വലി അത്രയും ഉള്ളതിൽ കുറച്ച് ബെറ്റർ ക്യാമ്പായിരുന്നു. കാരണം ഇതായിരുന്നു പുറത്തേക്ക് പിക്ചേഴ്സൊക്കെ പോയിക്കൊണ്ടിരുന്ന ഇവിടുത്തെ ആയിരുന്നു.
ഇത് കണ്ട ഭംഗിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതത്ര വേഴ്സ് ക്യാമ്പല്ല, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫേഴ്സ് ക്യാമ്പാണിത്. ക്രിസ്മസ് ഇവിടെ വരുമ്പോൾ അവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ബിലോങ്സ് ഇവിടെ വെച്ചിട്ട് ക്ലോത്ത്സും വെച്ചിട്ട് നേക്കഡ് ആയിട്ടാണ് ഇവർ ഇവിടുന്ന് പോകുന്നത്. എന്നിട്ട് ക്രിസ്മസ് ബാത്തിലോട്ടാണ് പോകുന്നത്. ബാത്ത് ഇതൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് ഇത് ഒറിജിനൽസ് അല്ല, പക്ഷെ റീക്രിയേറ്റഡ് ആണ്. വാച്ച്, പിന്നെ എന്തോ ഒരു പിൻ. വൈഫിൻ്റെ പേര് കാമൻ. പാസ്പോർട്ടാണ്. ഓ, ഇത് പാസ്പോർട്ടാണ്. ഹംഗേറിയൻ പാസ്പോർട്ട്. ഇത് ഹംഗേറിയൻ പാസ്പോർട്ടാണ്. ഇവരെ അടിക്കുമായിരുന്നല്ലോ. അപ്പോൾ അടിക്കുമ്പോൾ സമയത്ത് ഈ അടി കിട്ടുന്ന പ്രിസണറെ എണ്ണണം. ഇപ്പോൾ പെയിൻ കാരണം എണ്ണയിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലർ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൗണ്ട് കുറച്ചൊക്കെ എണ്ണുന്നെങ്കിൽ പിന്നെ അടിക്കും. ആദ്യം തൊട്ടടിക്കും. ഇപ്പം കാണിച്ച വടിയാണ് അതിപ്പോൾ വെച്ചിട്ട് എന്നെ അടിച്ചുകൊണ്ടിരുന്നത്. ഇവരെ ടോർച്ചർ മാത്രമല്ല, ഈ ഫിയർ ഓഫ് ടോർച്ചർ ഉണ്ടല്ലോ. നാളെ എന്ത് സംഭവിക്കും, ഇനി എന്തിൻ്റെ പേരിലായിരിക്കും അടിക്കും. ഇപ്പോൾ ബെഡ് ശരിയാക്കിയില്ലെങ്കിൽ ടോർച്ചർ ചെയ്യും. അതൊക്കെ ബെഡൊന്നും കാര്യമുള്ള കാര്യമല്ല, പക്ഷേ അത് ഇവർക്ക് എങ്ങനെയും ടോർച്ചർ ചെയ്യണം. അപ്പോൾ ഇവർ എത്ര നന്നായി ജീവിച്ചാലും ഇവരെ ടോർച്ചർ ചെയ്യായിരുന്നു. പിന്നെ ഫുഡൊക്കെ ഭയങ്കര സ്കാർസായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഭയങ്കര ഒരു ജീവിതം തന്നെ. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കിയ ഒരാളെ ഷോട്ട് ഡെഡാണ് ഇയാൾ വെടിവെച്ച് വീഴ്ത്തിയേക്കുന്നതാണ്. ജൂയിഷ് പ്രിസണർ അബ്രഹാം ബോറൻസ്റ്റീൻ എന്നാണ് ഇയാളുടെ പേര്. താഴെ എഴുതിയിട്ടുണ്ട്. അസുഖം വരുന്നു. ഇവരിങ്ങനെയാണ് സ്കാബീസ് എന്തോ അസുഖം ഉണ്ടായിരുന്നു ആ സമയത്ത്. സ്കാബീസ് വരുന്നു. ഇവര് അവരെ സ്റ്റാർവ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാൻ നോക്കും. ഫുഡ് കൊടുക്കില്ല. എന്നിട്ട് തുണി ഇടാണ്ട് ജസ്റ്റ് അണ്ടർപാൻസ് മാത്രം ഇട്ടിട്ട് അവരെ ഈ ഇൻഫർമറിയിൽ കൊണ്ടുവിടും. അവർ ഒന്നുകിൽ പെട്ടെന്ന് ന്യൂമോണിയ വന്ന് ചത്തുവും, ഇല്ലെങ്കിൽ അസുഖം കൊണ്ട് തന്നെ ചത്തുവും. ലൈക്ക് ബേസിക്കലി അവരെ കുറച്ചുകൂടെ പെട്ടെന്ന് കൊല്ലാൻ വേണ്ട ഒരു ടെക്നിക്ക്. ഇത് ഫോട്ടോസാണ് ക്യാമ്പ്, അതായത് ആ ഇൻഫർമറിയിൽ രക്ഷപ്പെട്ട ഈ ക്യാമ്പ് ടേപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രക്ഷപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോ ആണ്. ഫുഡിന്റെ അവിടെ ഇതൊക്കെ രക്ഷപ്പെട്ട സർവൈവേഴ്സ് ആണല്ലേ. സ്കാബീസ് വന്നിട്ട് രക്ഷപ്പെട്ടവര്. ഈ മരിച്ചവരെ ഇവര് റോബ് ചെയ്യായിരുന്നു. മരിച്ചവരെ ഭയങ്കരമായിട്ട് റോബ് ചെയ്തിട്ടൊക്കെയാണ് അവരെയും ഇൽട്രീറ്റ് ചെയ്ത്. പല്ലിന്റെ ഫില്ലിങ് 50 കിലോ ഗോൾഡ് കിട്ടിയെന്നവർക്ക് ഈ ആൾക്കാരെ കൊന്നിട്ട് അവരുടെ പല്ലിന് 50 കിലോ ഗോൾഡ് അതിന്റെ ഫോട്ടോ ഉണ്ട്. പണ്ട് ഈ ആൾക്കാർ ഗോൾഡ് കെട്ടിക്കുമായിരുന്നു. അങ്ങനെ മരിച്ചവരിൽ നിന്ന് 50 kg ഗോൾഡ് കിട്ടി. ഇത് അമേരിക്കൻ സോൾജേഴ്സ്. അവർ അവസാനം ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള പിക്ചറാണത്. ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ നല്ല അരുവികൾ ഇങ്ങനെ. ഇപ്പോഴും ഇതിപ്പോൾ 2026 എന്തോരം കിളികളുടെ ഒച്ചയാ. അപ്പം അന്ന് എന്തായിരിക്കില്ലേ, എന്ത് ബ്യൂട്ടിഫുൾ പ്ലേസിൽ എന്ത് മാരക കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഈ കുറേ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഉണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട്. അതിൻ്റെ മണമാണോന്നറിയില്ല. ഭയങ്കര മൈൽഡായിട്ടൊരു നല്ല മണമാണ്. നോക്കട്ടെ, ഈ ഫ്ലവേഴ്സിൻ്റെ മണമാണോ നോക്കട്ടെ. അങ്ങനെ അതിൻ്റെ മണമായിട്ട് കിട്ടുന്നില്ല, പക്ഷെ നല്ല മണം, നല്ല രസമുള്ളൊരു മണം. അവിടെ നിന്ന് നമ്മൾ ഒരു ബസ് എടുത്തിട്ട് ഡക്കാവു സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. നമ്മൾ ആ ബസ് കയറിയിട്ട് ഇപ്പോൾ ഡക്കാവു ട്രെയിൻ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് ട്രെയിൻ കയറി നമ്മൾ മ്യൂണിക്ക് പോകും. ഭക്ഷണം കഴിക്കണം. ഓൾമോസ്റ്റ് എനർജി ചെയ്ത് തീർന്നു, പക്ഷെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ മ്യൂണിക്ക് പോയി ഭക്ഷണം കഴിക്കാതെ വിചാരിച്ചു. എന്നിട്ട് തിരിച്ച്
ഹോട്ടലിൽ വരും. ഇന്ന് കുറച്ച് നേരത്തെ കിടന്നുറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. നാളെ പിന്നെയും മ്യൂണിക്കിൽ നമ്മളൊരു ടൂറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ എന്തായാലും മ്യൂണിക്ക് പോകണം രാവിലെ. അപ്പം പ്ലാറ്റ്ഫോമിലെത്തിയേ. അങ്ങനെ നമ്മൾ ഡക്കാവുന്ന തിരിച്ച് നമ്മൾ മ്യൂണിക്കിലെത്തി കേട്ടോ. നേരെ പോകുന്നത് മ്യൂണിക്കിലെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിലാണ്. കണ്ടോ, ഇവിടുത്തെ സെർവേഴ്സിൻ്റെ ഒക്കെ ഡ്രസ്സ് തന്നെ ഇവിടുത്തെ ബവേറിയൻ കൾച്ചറിലുള്ള ഒരു ട്രഡീഷണൽ ഡ്രസ്സാട്ടോ. ബവേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂണിക്ക് ഇരിക്കുന്ന സ്റ്റേറ്റ് ആട്ടോ ബവേറിയ. അപ്പൊ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് വന്നത് ഇവരുടെ എന്തെങ്കിലും ട്രഡീഷണൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റ് 4 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്ത് പെട്ടെന്ന് വന്നതെന്നറിയോ? അപ്പം നമ്മൾ ഇത് ഇവിടുത്തെ ഡെലിക്കസിയാണ്. എന്തോ ഒരു ഡക്കാണ്. എന്തായിരുന്നത്? എന്തോ ഡക്ക്. അത് Okay. Perfect. Everything is good. It's good. നമ്മളാണെങ്കിൽ ഡെസേർട്ടായിട്ട് കഴിച്ചത് ആപ്പിൾ സ്ട്രൂഡലായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഹോട്ടലിലോട്ട് പോവുക. അപ്പോൾ ബസ് കയറാൻ വേണ്ടി നിൽക്കുക. നല്ല ഭംഗിയുള്ള സ്ഥലമേ. നോക്കി, ഇവിടെ ബസ് സ്ഥലം. അവിടെ കുറേ ബസ്സുണ്ട്. ഇവിടെ ഇങ്ങനെ ട്രാം പോകുന്നുണ്ടേ. പിന്നെ എല്ലായിടത്തും സൈക്കിളാണ്. ഉണ്ട് എന്തോരം സൈക്കിളാണ് നോക്കി. നമ്മൾ അവിടുന്ന് ഒരു ബസ് പിടിച്ച് നേരെ ഹോട്ടലിലോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ബസ്സിൻ്റെ അകത്ത് കയറിയപ്പോണ്ടല്ലോ ടിക്കറ്റ് എടുക്കുന്ന മെഷീൻ ബസ്സിൻ്റെ അകത്ത് തന്നെ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഹോട്ടലിലെത്തി. ഇന്നലെ കുറേ നടക്കലായിരുന്നു. പക്ഷെ എന്തായാലും കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണുക എന്നുള്ളത് ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള സാധനമായിരുന്നു. അത് കണ്ടു. നമ്മളിത് റിസപ്ഷനിലെത്തി. ഇന്ന് ഇച്ചിരി ലോങ് ഡേ ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. താഴെ നിന്ന് നമ്മൾ കീയും ലഗേജൊക്കെ മേടിച്ച് ഇപ്പം റൂമിലോട്ട് പോവുകയാണ്. മടുത്തൊരു വിധമായി. ഇങ്ങനെയൊന്ന് കുളിച്ച് കിടന്നാൽ മതി. സമയം എത്ര? 6 മണിയാവാറായതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 8:30 വരെ നല്ല 6:30. ശരിക്കും പറഞ്ഞാൽ 8:30 വരെ നല്ല 8:30-ക്കോ 8:45 സൺസെറ്റ്. അതുകൊണ്ട് നല്ല വെളിച്ചമുണ്ട്. വേണേൽ പുറത്തൊക്കെ പോകാം. പക്ഷെ ഇന്ന് പറ്റൂല. ഇന്ന് നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് വന്ന് ഇന്നലത്തെ ഫ്ലൈറ്റിൽ ഉറങ്ങിയില്ല. ഇന്ന് നേരത്തെ ഉറങ്ങിയിട്ട് നാളെ നേരത്തെ എണീക്കും. 4:35 അല്ല 4:35 ആണ് നമ്മുടെ റൂം. ഓക്കേ, അത്യാവശ്യം നല്ല ഡീസൻറ്റ് റൂം. ഇവിടെ ഒരു ഇതുണ്ട്. വാഷ്റൂം. ചെറിയൊരു വാഷ്റൂം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മ്യൂണിക്ക് വിശേഷങ്ങൾ. ഡക്കാവും പിന്നെ മ്യൂണിക്കിൽ നല്ല ജർമ്മൻ ഫുഡും കഴിച്ചു തിരിച്ചു വന്നു നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റാപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ രാവിലെ എണീറ്റിട്ട് നമുക്ക് മ്യൂണിക് സിറ്റിയും കൂടെ കണ്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് സാൽസ്ബർഗിൽ പോകാം. ഓസ്ട്രിയക്ക് പോകാം, അടുത്ത കൺട്രി. അപ്പോൾ ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.